കേരളം ഇതുവരെയും കേട്ടിട്ടില്ലാത്ത ഒരു വാർത്തയുമായിട്ടാണ് ഷെക്കിന ന്യൂസ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. അതെ, വ്യത്യസ്തമായ ഒരു സംരംഭവുമായി തളിപ്പറമ്പ് സെൻറ് മേരീസ് ഫൊറോന ദേവാലയം 2000 രൂപ വെച്ച് 100 കുടുംബങ്ങൾക്ക് ക്ഷേമ പെൻഷൻ പദ്ധതിയുമായി ഫൊറോന പള്ളി ഇപ്പോൾ മുന്നോട്ട് വരികയാണ്. പദ്ധതിയുടെ എങ്ങനെയാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്? ആദ്യഘട്ടം ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവരാരും ഉണ്ടായിരുന്നില്ല എന്ന് ബൈബിൾ വചനം വായിച്ചപ്പോഴാണ് ഈ ചിന്ത മനസ്സിലേക്ക് തട്ടിയത്. ഇത് കുറേ സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾ അവരത് വളരെ പോസിറ്റീവായി ആഗ്രഹിക്കുന്നതാണത്. അതുകൊണ്ട് ഇങ്ങനൊരു പദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു തുടങ്ങി. ഇടവകയിൽ ധാരാളം നല്ല മനുഷ്യരും സാമ്പത്തിക സൗകര്യം ഉണ്ടെങ്കിൽ തന്നെയും ഇതിനിടയ്ക്ക് ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നവരും വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന കുറച്ച് കുടുംബങ്ങളുണ്ട്. ആദ്യം ആ കുടുംബങ്ങളെ സഹായിക്കാമെന്ന ചിന്തയിലാണ് ഇങ്ങനൊരു പദ്ധതി തുടങ്ങിയത്. ആരും അന്യരല്ല, എല്ലാവരും സ്വന്തമാണ് എന്നാണ് ഈ പദ്ധതിയിലൂടെ ഞങ്ങൾ അർത്ഥമാക്കുന്നത്. 100 വീട്ടുകൾക്ക് കൊടുക്കണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിലും ഒന്നാം ഘട്ടത്തിൽ ഇപ്പോൾ ഈ ഇടവകയിലെ 25 കുടുംബങ്ങളെ സെലക്ട് ചെയ്തു. ഞങ്ങൾ 50ഓളം അപേക്ഷ കിട്ടി. പൈസയുടെ കിട്ടുന്നതനുസരിച്ച് ബാക്കിയുള്ള 25 വീട്ടുകാർക്കും കൂടെ കൊടുക്കും. അത് ഈ വർഷം 2025 50 കുടുംബങ്ങൾക്ക് ഈ ക്ഷേമ പെൻഷൻ കൊടുത്തു. ഗവൺമെൻറ്റുകൾ പോലും ക്ഷേമ പെൻഷനുകളിൽ മുടക്കം വരുത്താറുണ്ട് ആളുകൾക്ക്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇപ്പോൾ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഒരു വലിയൊരു കൈത്താങ്ങ് തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്വന്തം എന്ന ഈ ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ വഴിത്തിരിവുകളാണ് ഈ മുന്നോട്ടുള്ളത്? ഇപ്പോഴത് ഈ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അവർ ഈ ആദ്യത്തെ തുകയ്ക്കുള്ള പൈസ സമാഹരിച്ച് രണ്ടാം ഘട്ടത്തിൽ ഇടവകയിൽ എല്ലാ ആളുകളുടെയും പിന്തുണ ഞങ്ങൾ തേടിയിട്ടുണ്ട്. ആ വരുന്നതനുസരിച്ച് രണ്ടാം ഘട്ടത്തിൽ 25 പേരും കൂടെ കൊടുക്കും. ഇപ്പോൾ ഇത് ഞങ്ങൾ കുറച്ചും കൂടി വിപുലമായ രീതിയിൽ ആളുകളൊക്കെ അറിയിച്ചു തുടങ്ങി. ഉദാര മനസ്കർ സഹകരിക്കുന്നതനുസരിച്ച് 100 വീട്ടുകാർക്ക് 2026 ഞങ്ങൾ കൊടുത്തിരിക്കും. അതായത് പ്രത്യേകിച്ച് വലിയ വീട് വെച്ച് കൊടുക്കാനും അല്ലെങ്കിൽ പഠിപ്പിക്കാനും പറ്റില്ലെങ്കിലും പ്രമേഹം, പ്രഷർ രോഗികൾക്ക്, കിടപ്പ് രോഗികൾക്ക് മരുന്ന് വാങ്ങിക്കുക. 2, എല്ലാവർക്കും ആഹാര സാധനങ്ങളുണ്ടാകും. ഹങ്കർ ഫ്രീ സമൂഹം എന്നതിലാണ് ഉദ്ദേശിക്കുന്നത്. അടിസ്ഥാനപരമായ സഹായം. ഇതിനുള്ള പൈസ നല്ല മനുഷ്യ ഇടവയിലുള്ളവരും ഇവിടുന്ന് പുറത്തു പോയ ആൾക്കാരുമായി തന്ന് സഹകരിക്കുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. പലരും ഓഫർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രതീക്ഷ മുന്നോട്ട് പോയിരിക്കുന്നത്. ഇപ്പോൾ 1 മാസത്തെ പൈസ ഞങ്ങൾക്ക് കിട്ടി. 2 മാസത്തെ പൈസ ഇന്ന് ഈ ദിവസങ്ങളാകും. ഇതനുസരിച്ച് ആകുന്നതനുസരിച്ച് കൊടുത്തു വരും. തീർച്ചയായും കൊടുക്കും. മുടങ്ങാതെ തന്നെ എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പായി അവരുടെ അക്കൗണ്ടിൽ പൈസ എത്തിയിരിക്കും. അതായത് ഒരു സമൂഹത്തിൽ സർക്കാരിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് എല്ലാ ക്ഷേമങ്ങളും നടക്കാൻ പറ്റില്ല. ഉദാര മനസ്കരായ ആൾക്കാർ പറ്റുന്ന സാമ്പത്തികമുള്ള ഇടവകളും സമൂഹങ്ങളും ഇതുപോലെ ഇടവകയിലെ പാവപ്പെട്ടവരെ കണ്ടെത്തി 25-50 പേർക്ക് മാസം തോറും ഒക്കെ ഇങ്ങനെ ഒരു പെൻഷൻ കൊടുത്താൽ ആ ഇടവകയിൽ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവർ ആരും ഉണ്ടാകുകയില്ല എന്ന ബൈബിൾ വചനം പൂർത്തിയാകും. അങ്ങനെ ഒരു പുതിയ ചിന്താരീതി, പുതിയ ശൈലി കേരള സഭയിൽ ഉണ്ടാകാൻ ഇടയാകണം എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് ഒരു ആശാകിരണമായി ബഹുമാനപ്പെട്ട ആശാരിപ്പറമ്പിലച്ചനും ഇടവക സമൂഹവും ഒന്നിച്ച് മുന്നിട്ടിറങ്ങുമ്പോൾ നമുക്ക് ഒന്നേ പറയുവാനുള്ളൂ, ഇത് കത്തോലിക്ക സഭയിലെ തന്നെ മറ്റൊരു വിപ്ലവം കൂടിയാണ്. ഷെക്കിന ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ നിഷാനൊപ്പം അമലൈ ടോം, കണ്ണൂർ.